ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക സംഘത്തിന്റെ പരിശോധന SITയുടെ പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി വരുന്നു. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഓൺ 24 വാർത്ത അറിയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിലവിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ SITയുടെ പരിശോധന നടക്കുന്നത്. രേഖകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം ഈ ഹൈദരാബാദിൽ എന്തിന് സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളോട് കൃത്യമായി മറുപടി നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SITയുടെ പരിശോധന നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായി ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ രേഖകൾ പരിശോധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 6 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി നിലവിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി ഇക്കാര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ നടക്കുകയാണ്. അതിന് സമാന്തരമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലുള്ള വീട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനം 2 സംഘങ്ങൾ അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യൽ രേഖകൾ സംബന്ധിച്ചും യാത്രാ വിവരങ്ങൾ സംബന്ധിച്ചുമൊക്കെ ചില കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടേക്ക് എത്തി പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കിളിമാനൂരിലേക്ക് SIT സംഘം പോയേക്കാം എന്ന തരത്തിലേക്കുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള പരിശോധനയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അല്പസമയം മുൻപാണ് ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള 2 പോലീസ് വാഹനങ്ങൾ, പത്തനംതിട്ട പോലീസിന്റെ 2 വാഹനങ്ങൾ, അത് SIT ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അത് ഇവിടേക്ക് എത്തിയത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിയത്. നേരത്തെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പത്തനംതിട്ടയിൽ നിന്നും ഈ തിരുവനന്തപുരത്തെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുകയും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കിളിമാനൂരുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളിൽ എത്തിച്ച ശേഷം അതിനെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല ചില രേഖകളടക്കം സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചപ്പോൾ അക്കാര്യത്തിലും ചില വ്യക്തത കുറവുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ദേവസ്വം വിജിലൻസ് അവരുടെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് SIT അന്വേഷണം പ്രഖ്യാപിച്ചതിനും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് SIT അന്വേഷണം ആരംഭിക്കുന്നതിനുമിടയിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം SITക്കുണ്ട്. സ്വാഭാവികമായും അത് ആരെ കാണാൻ പോയതാണ് എന്ന തരത്തിലേക്കുള്ള സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ കാണാൻ പോയതാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, ആ യാത്രാ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഇതിനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടല്ലോ ഇതിന് പിന്നിൽ, അതിന്റെ ഒരു കേന്ദ്രം എവിടെയെന്നാണ് ഇപ്പോൾ SIT പറയുന്നത്? ഈ ചെന്നൈ ആണോ, ബംഗളൂരു ആണോ, ഹൈദരാബാദ് ആണോ ഷഫീദ്? ഉന്മേഷ്, ഇതിൽ പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഇനി മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട കൺക്ലൂഷൻസിലേക്ക് ഇപ്പോൾ SIT സംഘം എത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഹൈദരാബാദിൽ 39 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചതിൽ ഏത് തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു, അതല്ലെങ്കിൽ അവിടെ വെച്ച് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. രണ്ടാമത്തേത്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചാണ്. നമ്മൾ 3 ദിവസം മുൻപ് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്ത സ്മാർട്ട് ക്രിയേഷൻസിൽ അടിമുടി ദുരൂഹത എന്നുള്ളതാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിലെ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇടപാടുകളിലടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ രേഖകളുടെ അടക്കം കാര്യത്തിൽ വലിയ തരത്തിലുള്ള മിസ്മാച്ചുകളുണ്ട്. ആ മിസ്മാച്ചുകൾ എത്രയും പെട്ടെന്ന്, അതല്ലെങ്കിൽ മിസ്മാച്ചുകൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ലക്ഷ്യം വെച്ചത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും അവർക്കത് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് ഈ രേഖകൾ പരിശോധിക്കാൻ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി വിവരം ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരറ്റിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ശരി ഷഫീദ്, തിരിച്ചെത്താം ഷഫീദ്. ഏതായാലും ഇപ്പോൾ SIT പരിശോധന നടത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.